കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയും സുധീഷും ഒരു ഇൻ്റർവ്യൂവിനായി കാറിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിധി കാറിലിരുന്ന് ടെൻഷനോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വര, ഭഗവാനെ രക്ഷിക്കണേ, ഈ ഇൻ്റർവ്യൂ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റണേ. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ നീ അല്ലാതെ വേറൊരു തുണയില്ല ഭഗവാനെ. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കേ. അത് കാണുന്ന സുധീഷും ഇങ്ങനെ ടെൻഷൻ അടിക്കാതെടോ, നോക്കിക്കോ, ഇന്നത്തെ ഇന്റർവ്യൂ ഇയാള് കാലക്കും ഉറപ്പാ. അതികൾക്ക് നിധിയും സമയമെടുത്തപ്പോഴേ ഉള്ളിലൊരു പേടി. അതാ, എന്നാലും എന്തൊക്കെയായിരിക്കും ഇന്റർവ്യൂല് ചോദിക്കുക എന്നവൾ ചോദിക്കേ. അത് കൊള്ളാം, ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്ത ഇന്റർവ്യൂല് എന്തൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയോ നിധി എന്ന് സുധീഷും. അത് ശരിയാണല്ലോ, ടെൻഷൻ കൊണ്ട് ആരോടാ എന്താ ചോദിക്കേണ്ടെന്ന് അറിയുന്നില്ലെന്ന് നിധിയും. ആക്ച്വലി ഇമാതിരി ഇന്റർവ്യൂവിന് എന്താന്ന് പോലും എനിക്ക് പിടിയില്ല. നമ്മുടെ കേസാണെങ്കിൽ 2-3 ചോദ്യങ്ങൾ. എത്ര കാലമായി വണ്ടി ഓടിക്കുന്നു, ആക്സിഡന്റ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ, കഴിഞ്ഞു. ചിലർ വണ്ടി ഒന്ന് ഓടിച്ചു കാണിക്കാൻ പറയും കേട്ടോ, ചിലർ അതും പറയില്ല. ഓടിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറയും. ദാറ്റ്സ് ഓൾ. ഇയാളുടെ കാര്യത്തിൽ ഇപ്പോ കാര്യമായിട്ട് എന്താ ചോദിക്കാനുണ്ടാവുക? ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവില്ലേ, പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. പിന്നെ സബ്ജക്ട് നോളജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും. അത്രേ ഉള്ളന്നേ. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനിത് സംഘടിപ്പിച്ചു തന്നല്ലോ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. നിധി, ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്തു തന്ന ഉപകാരങ്ങളോർത്ത് വെറുതെ ഒരു താങ്ക്സ് പറയുന്നത് എനിക്ക് സന്തോഷിക്കാനും നിധിക്കൊന്ന് റിലാക്സ്ഡ് ആവാനും സഹായിക്കും കേട്ടോ. പറഞ്ഞോളൂ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി ഒന്നും മിണ്ടാതിരിക്കുക. പറഞ്ഞോളൂന്നേ എന്ന് സുധീഷ് വീണ്ടും പറയേ. മതി, ഒന്നും മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ച് ചാവാറായിരിക്കുക എന്ന് ദേഷ്യത്തോടെ നിധിയും. എടോ, താൻ ഇങ്ങനെ വെപ്രാളം കാണിക്കാതെടോ, ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കണം, നമ്മൾ അടുത്ത ജോലി പിടിക്കുമെന്നേ എന്ന് സുധീഷ് പറയേ. പോരാ, ആദ്യത്തെ ഇന്റർവ്യൂ ആ, ഇതിൽ ഫെയിൽ ആവാൻ പാടില്ല, ഈ ജോലി തന്നെ എനിക്ക് കിട്ടണം എന്ന് നിധിയും തീർത്തു പറയുന്നുണ്ട്. എന്നാ പിന്നെ ആ വിശ്വാസത്തിൽ ധൈര്യമായിട്ട് അങ്ങ് കയറി ചെല്ലണം മാഡം, താനൊന്ന് പേടിക്കാതിരിക്കടോ. ദേ, ഇങ്ങനെയുള്ള മുഖം വെച്ച് പോയി കഴിഞ്ഞാലേ ജോലി ഒരിക്കലും കിട്ടാൻ പോണില്ല എന്ന് സുധീഷ് പറയെ പരിഭ്രമത്തോടെ. അയ്യോ എന്ന് നിധിയും ചിരിച്ച് നല്ല കോൺഫിഡന്റ് ആയി ധൈര്യമായിട്ട് അങ്ങ് കയറി ചെല്ലണമെന്നേ. അതായത് ഈ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലിരിക്കുമ്പോ നാളെ ആ ബോർഡിലിരുന്ന് ഫ്രഷേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളായിരിക്കും ഞാൻ എന്ന ധൈര്യം വേണം. നിധി ഒന്ന് ചിരിച്ചേ, നോക്കട്ടെ, ഒന്ന് ചിരിക്കേ എന്ന് സുധീഷ് പറയേ. നിധി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങനെയല്ല, പല്ല് കാട്ടി നല്ല ഭംഗിയായിട്ടൊന്ന് ചിരിച്ചേ എന്ന് സുധീഷ് പറയേ. അവൾ പല്ല് കാട്ടി ഇളിച്ച് കാണിക്കുന്നുണ്ട്. അത് ശരി, ഒന്ന് മോട്ടിവേഷൻ തരാന്ന് വെച്ചപ്പോ എന്നെ കളിയാക്കാണല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഒന്ന് മതിയാക്ക്, ഇതിനേക്കാളും ഭേദം ടെൻഷനോടെ ഇരിക്കുന്നതായിരുന്നു. ഇപ്പോഴത്തെ ടെൻഷൻ മാറിയാ ഞാൻ ഓക്കെ ആയിക്കോളുമെന്ന് നിധിയും. എന്റെ മുഖമൊന്ന് കാണിച്ചെന്ന് സുധീഷ് പറയേ. നിധി അവന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഇപ്പൊ ടെൻഷൻ പോയിട്ടെ എന്നോട് കാണിക്കാറുള്ള ആ സ്ഥായിയായ ഭാവമുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. ഇനി ഓക്കെ ആയിക്കോളുമെന്ന് സുധീഷ് പറയുമ്പോഴാണ് സുധീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സുധീഷേ, ഞാനാടാ എന്ന് തോമസ് ഏട്ടൻ പറയേ. പറ തോമസ് ഏട്ടാന്ന് സുധീഷും. നീ എന്താ വരാത്തെന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. ചേട്ടാ, ഒരു 10 മിനിറ്റ്, ഞാൻ ഉടനെ എത്തിയേക്കാമെന്ന് സുധീഷും. നീ വന്നിട്ട് വേണം എനിക്കൊരു പേഴ്സണൽ ഓട്ടം പോവാൻ എന്ന് തോമസ് ഏട്ടൻ പറയാതാ. എത്തി തോമസ് ഏട്ടാ എന്ന് പറഞ്ഞ് സുധീഷും കോൾ വെക്കുകയാണ്. കുട്ടികൾക്ക് നിധിയും തിരക്കാണെങ്കിൽ സുധീഷ് പോയിക്കോളും, ഞാനിവിടെ ക്യാബ് വിളിച്ച് പോയിക്കോളാം, എന്നെ ഇവിടെ വിട്ടാ മതി എന്ന് പറയേ. അറിയാം മാഡം, വളരെ ഇൻഡിപെൻഡന്റ് ആണെന്നും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണെന്നും മാഡം എന്നൊക്കെ എനിക്കറിയാം. എന്നാലും സാരമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് ഇതിലൊരു 10 മിനിറ്റ് കൂടിയേ കാണിക്കുന്നുള്ളൂ. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുന്ന സുധീഷും. അതുകൊണ്ടല്ല, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൾസ് വരുമ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ. അത് ശരി, അല്ലാതെ കിട്ടിയ ചാൻസ് ആയിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കിയതൊന്നും അല്ലല്ലേ എന്ന് സുധീഷ്. അങ്ങനെ അവർ ഇന്റർവ്യൂ നടക്കുന്ന കമ്പനിയിലേക്ക് എത്തുന്നുണ്ട്. കറന്നിറങ്ങിയ സുധീഷ് കമ്പനി ഒന്ന് നോക്കിക്കൊണ്ട്, ഓ ഇതാണോ കമ്പനി എന്ന് അമ്പരപ്പോടെ ചോദിക്കേ. അതെ, ഇയാൾ എന്നാ പൊക്കോ, ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞാലേ വല്ല ക്യാബും വിളിച്ചു പോയിക്കോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. ഇവിടുന്ന് തനിയെയോ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്കറിയാം, ഞാൻ പൊക്കോളാം എന്ന് നിധിയും. ശരി, ഇയാൾ ആദ്യം പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് സുധീഷ് പറയേ. ശരിയെന്ന് പറഞ്ഞ് നിധിയും പോവാൻ തുടങ്ങുകയാ. സുധീഷ് വീണ്ടും പുറകിന്ന് വിളിച്ച്, അതെ, നല്ല കോൺഫിഡന്റ് ആയി പെർഫോം ചെയ്യണം, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയേ. നിധിയും സന്തോഷത്തോടു കൂടി നടന്നു നീങ്ങുകയാ. സുധീഷും തിരിച്ചു പോവാതെ തന്റെ കാറിലേക്ക് തന്നെ കയറിയിരുന്ന് പാട്ട് കേട്ടിരിക്കുക. അവിടെ പണിസൈറ്റിൽ ചായ കുടിച്ചു നിൽക്കുകയായിരുന്ന സുഭാഷ് തന്റെ പണിക്കാരനോട് കുശലം ചോദിക്കുക. ഡാ, നിന്റെ മകന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കഴിഞ്ഞ ദിവസം കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് സുഭാഷ് ചോദിക്കേ. ഇല്ലേട്ടാ, അവനിപ്പോ PNG ശിക്ഷയെന്ന് സഹായം കിട്ടുന്നുണ്ടെന്ന് അയാളും. PNG ശിക്ഷയോ, അതെന്താ എന്ന് സുഭാഷും. എന്റെ മകനെ പോലെ പല കുട്ടികളും ഉണ്ടേട്ടാ, ശരിയായ ഗൈഡൻസും സഹായവും കിട്ടാത്തവര്, അതുകൊണ്ട് അവര് പഠനത്തിൽ പിന്നോക്കം പോകുന്നത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി 8ാം ക്ലാസ്സിലായിരിക്കും, പക്ഷെ അവന്റെ അറിവ് 5ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ ആയിരിക്കും. അതോടെ അവന്റെ ആത്മവിശ്വാസം തകരും, ചിലപ്പോ സ്കൂളിൽ പോകുന്നത് തന്നെ നിർത്തും. എന്റെ മകനും അങ്ങനെ ആയിരുന്നേട്ടാ. മറ്റു കുട്ടികള് അവൻ പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് പറഞ്ഞ് അവൻ സ്കൂളിൽ പോവാൻ തന്നെ മടിച്ചിരുന്നതാ.
എന്നവൻ പറയുന്നത് കേൾക്കെ അത് വലിയ പ്രശ്നമാണല്ലോ എന്ന് സുഭാഷും. അതേ ഏട്ടാ, PNG ശിക്ഷ 20 വർഷത്തിലേറെയായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലാകെ 1 കോടിയിലധികം കുട്ടികളെ അവർ സഹായിച്ചിട്ടുണ്ട്. പുതിയ പഠന രീതികളും AI ഉപയോഗിച്ച് കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരവും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങളും നൽകുന്നുണ്ട്. അതുകൊണ്ടാ ചേട്ടാ എന്റെ മകൻ നന്നായിട്ട് പഠിക്കുന്നതെന്ന് അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണല്ലോ. നമ്മുടെ ഒന്നും കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ ഭാഗ്യം ചെയ്തവരാ. അല്ല, ഈ PNG എന്ന് പറയുമ്പോ ആ കമ്പനിയല്ലേ ഈ ഏരിയയിലും വിസ്പറും പാമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന എന്ന് സുഭാഷ് ചോദിക്കേ. അത് ഏട്ടാന്ന് അവനും. ഏതായാലും നിന്റെ മോന്റെ കാര്യം ശരിയായല്ലോ, അത് മതി, പണി നടക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ ചായ കുടിച്ചു തീർത്ത് നിൽപ്പാ. അവിടെ കാറിലിരുന്ന് പാട്ട് കേൾക്കായിരുന്ന സുധീഷ് അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാച്ച് നോക്കിക്കൊണ്ട് സമയം കുറെ ആയല്ലോ, കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും നിധി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് കാണെ അവനും സന്തോഷത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കേ. അപ്പൊ സുധീഷ് പോയില്ലേ എന്ന് സംശയത്തോടെ നിധിയും. ഇല്ല, ഇയാള് കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് കരുതി എന്ന് സുധീഷ് പറയേ. എന്തിനാ സുധീഷേ, കോള് വരെ വന്നതല്ലേന്ന് നിധിയും. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാമെന്നേ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയുന്ന സുധീഷ്. നന്നായിരുന്നു, ഒരു റൗണ്ട് കഴിഞ്ഞു, ഇനി ഒരു റൗണ്ട് കൂടിയുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞങ്ങൾ 3-4 പേരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെയാ പറഞ്ഞത് ഞങ്ങൾ 3-4 പേര് ഫസ്റ്റ് റൗണ്ട് പാസ്സായി എന്ന്. കേൾക്കെ സുധീഷൻ സന്തോഷത്തോടെ ആഹാ, അപ്പോ ഇത് സന്തോഷിക്കാനുള്ള ദിവസമാണല്ലോ, സൂപ്പർ, കൺഗ്രാസ് എന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോഴേക്കും നിധി കൈതരാതെ നിൽക്കണ കണ്ട് എന്താ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അവളും ചിരിയോടെ ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് താങ്ക്സ് പറയുന്നുണ്ട്. ഈ ജോലി ഉറപ്പായി നിധിക്ക് കിട്ടുമെന്ന് സുധീഷും. ഉറപ്പായിട്ടില്ല, ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലോ, പക്ഷേ കിട്ടുമെന്ന എന്റെ വിശ്വാസമെന്ന് നിധിയും. സുധീഷും സന്തോഷത്തോടെ നന്നായി, എല്ലാം ഇയാളുടെയും നമ്മളുടെയും ഭാഗ്യം എന്ന് പറയുന്നത് കേൾക്കെ നമ്മുടെ ഭാഗ്യമോ എന്ന് നിധിയും. അത് നമ്മളൊരുമിച്ചാണല്ലോ വന്നത്, അപ്പോ എനിക്കും കൂടി ഭാഗ്യമുണ്ടെങ്കിലല്ലേ ഇയാൾക്ക് ഇന്റർവ്യൂവിൽ കിട്ടൂ. അതാ അങ്ങനെയാ ഉദ്ദേശിച്ച്, വേഗം കയറ്, നമുക്ക് പോവാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും കാറിലേക്ക് കയറുകയാണ്. അവിടെ മെക്കാനിക്കൽ ഷോപ്പിൽ ഹരീഷ് ടെൻഷനോടെ നീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയായിരുന്നു. വെറുതെ കുറെ സമയം കളഞ്ഞ് ഇവിടെ വന്നിരുന്ന് നാണം കെട്ടതിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. നമ്മളെ മതിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനു ജീവിതം കളയണം എന്നൊക്കെ അവൻ ടെൻഷനോടെ ഓർത്തിരിക്കേ. അവന്റെ ആ ഇരിപ്പ് കാണേ ടിങ്കോ ചന്തുവിനോടായി പറയുന്നുണ്ട്. എടാ ചന്തു, പ്രേമവലയിൽ കുടുങ്ങി, അതിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അതാണ് കാര്യമെന്ന്. ടെൻഷനോടെ ഹരീഷ് അവിടുന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇടത്ത് വെച്ച ടൂൾ ബോക്സിൽ കാൽ തട്ടുന്നത്. ദേഷ്യത്തോടെ അവൻ ഇത് കാലിന്റെ ചോട്ടിലാണോ കൊണ്ടുവെക്കുന്നേ എന്ന് ചോദിക്കേ. ഇത് എടുത്തോണ്ട് വെച്ചത് ആശാൻ തന്നെയല്ലേ എന്ന് ടിങ്കോയും ചോദിക്കുന്നുണ്ട്. എന്നാലും കണ്ട ഒന്ന് മാറ്റി വെക്കാൻ പാടില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. ടിങ്കോയും ആ ടൂൾ ബോക്സ് എടുക്കുകയാ. എടാ ഇനി ഇതെല്ലാം വാരിക്കുട്ടി എങ്ങോട്ടാ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കേ. അപ്പൊ ഇത് എടുത്തു വെക്കണ്ടേ എന്ന് ടിങ്കോയും. എടാ എനിക്ക് പണിയാൻ നിന്റെ അമ്മ ഇപ്പം കൊണ്ടുവരൂ എന്ന് ഹരീഷ് ചോദിക്കേ. അവനത് നിലത്തേക്ക് വെച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്താലും കുഴപ്പമാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോഴേക്കും ഹരീഷ് ചന്തുവിനെ വിളിച്ച് എടാ ചന്തു, ആ 10-12 സ്പാനർ എവിടെടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട ടിങ്കോയും ടൂൾ ബോക്സിൽ നിന്ന് ആ 10-12 സ്പാനർ എടുത്ത് കൊടുത്തുകൊണ്ട് ഇതാ കണ്ണു തുറന്നു നോക്ക്. ഹരീഷ് ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ തുടങ്ങി വീണ്ടും ടെൻഷനോടെ തന്നെ ഇരിക്കുക. അത് കാണേ ചന്തുവും ഹരീഷ് ഏട്ടാ ഇന്നലെ കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടിയല്ലേ ഏട്ടാ അത്, ഇന്ന് അയാൾ വന്ന് ഉറപ്പായും ചീത്ത വിളിക്കുമേ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊടുക്കാം എന്ന് ദേഷ്യത്തോടെ ഹരീഷും. അയാൾക്ക് അത് കിട്ടിയിട്ട് വേണം പണിക്ക് പോവാൻ, അത് മറന്നു പോവല്ലേ ഏട്ടാ എന്ന് ചന്തു വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എടാ എനിക്കറിയാം എന്ന് ഹരീഷ് പറയേ. എന്നാ പിന്നെ അത് ചെയ്തൂടെ എന്ന് ചന്തുവും. വീണ്ടും ഹരീഷ് ടെൻഷനോടെ തന്നെ ഇരിക്കെ. ഞാൻ പണി അറിയാത്തൊരു അസിസ്റ്റന്റ് ആയിപ്പോയി, ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരവസ്ഥയിലെ ഞാൻ ആശാനെ പണി ചെയ്യാൻ നിർബന്ധിക്കില്ലായിരുന്നു. ചീത്ത കേൾക്കുമ്പോൾ ഞങ്ങളും കൂടി കേൾക്കണമല്ലോ നോർത്തിട്ടാ എന്ന് ചന്തു പറയുമ്പോഴേക്കും നീ മിണ്ടാതിരുന്നേ ചന്തു, ആശാന്റെ മനസ്സിന്റെ പ്രജ്ഞാസം എനിക്കറിയാം എന്ന് ടിങ്കോ പറയേ. പ്രജ്ഞാസോ എന്ന് ചന്തുവും. പ്രേമത്തിന്റെ ടെൻഷൻ, അതാണ് ഈ പ്രജ്ഞാസം എന്ന് ടിങ്കോ പറയേ. നിധുവിനെ പെണ്ണു കാണാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തുടങ്ങിയതല്ലേ ഈ ടെൻഷൻ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. എടാ ഒന്ന് പോടാ, എനിക്കെന്തിനാ ടെൻഷൻ, അവൾക്ക് കല്യാണമായെങ്കിൽ എനിക്കെന്താ എന്ന് ദേഷ്യത്തോടെ ഹരീഷും. അപ്പോ അവളെ ആര് കിട്ടിയാലും ആശാനൊരു പ്രശ്നവുമില്ലേ എന്ന് ടിങ്കോയും. എനിക്കെന്ത് പ്രശ്നം, പക്ഷേ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ഹരീഷും. പ്രായമായ കുട്ടികൾക്ക് വീട്ടുകാരെ കല്യാണം ആലോചിക്കുന്നതിൽ എന്ത് മര്യാദകേടാ കണ്ണ എന്ന് ചന്തു ചോദിക്കുന്നവൾക്ക് അവന്റെ കണ്ണാവിളി കേട്ട് ഹരീഷും അവനെ നോക്കി പേടിപ്പിക്കുക. അല്ല ഹരീഷ് ഏട്ടാ എന്നവൻ തിരുത്തി പറയുമ്പോഴേക്കും മര്യാദക്കേട് വീട്ടുകാർ ആലോചിച്ചതിലല്ല ചന്തു, അവൾ ഇവിടെ വന്ന് ആ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം എന്ന് ടിങ്കോയും. അല്ല അത് പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ കയറി ഇറങ്ങിയിട്ട് പെട്ടെന്നൊരു ദിവസം വന്ന് കല്യാണമെന്ന് പറയുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ഹരീഷും. പ്രേമിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി മൂത്ത ചേട്ടനെ കെട്ടുമെന്ന് ചോദിക്കുന്നത് ഭയങ്കര മര്യാദയാണല്ലോ പിന്നെ എന്ന് ടിങ്കോയും.
അതെ, അങ്ങനെ ഒരു ചോദ്യം കേട്ടാ ആരായാലും വേറെ കെട്ടാൻ തീരുമാനിക്കൂലേ എന്ന് ചന്തു ചോദിക്കുന്നുണ്ട്. എടാ, അവളൊരു നല്ല പെണ്ണാണെന്ന് അറിഞ്ഞോണ്ടല്ലേ ഞാൻ ചേട്ടന് വേണ്ടി ആലോചിച്ചത്. അത് അവൾക്ക് വിഷമായി എന്ന് പറഞ്ഞപ്പോ ഞാൻ സോറി പറഞ്ഞതല്ലേ എന്ന് ഹരീഷും. അങ്ങനെ ഒരാളെ തേടി ഇനി വീണ്ടും വരണ്ടെന്ന് അവൾ തീരുമാനിച്ചു കാണും. അപ്പോ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ എഞ്ചിൻ പണിയുമായി മുന്നോട്ട് പോകണം, അതാണ് വേണ്ടതെന്ന് ടിങ്കോയും. അതെ, അല്ലെങ്കിലും ഹരീഷേട്ടൻ അവളോട് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? എപ്പോ വന്നാലും അവൾ എവിടുന്ന് ചീത്ത പറഞ്ഞു ഓടിച്ചിട്ടല്ലേ ഉള്ളൂ. മടുത്തപ്പോ അവളും ഈ തീരുമാനം എടുത്തു കാണും എന്ന് ചന്തു പറയുമ്പോഴേക്കും അതിലൂടെ നടന്നു വരികയായിരുന്ന നീതുവിനെ കണ്ട് ദേണ്ടേ കല്യാണ പെണ്ണ് വരുന്നുണ്ട് എന്ന് ചന്തു പറയുന്നത് കേൾക്കെ ഹരീഷ് ആകാംക്ഷയോടെ നോക്കുമ്പോഴേക്കും നടന്നു വരുന്ന നീതുവിനെ കാണുന്നുണ്ട്. അവൻ അവളെ കണ്ട് ആശ്വാസത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ റോഡിലൂടെ നടന്നു നീങ്ങുകയാണ്. വെപ്രാളത്തോടെ ഹരീഷും എടാ ചന്തു ഒന്ന് ചെല്ലടാ എന്ന് പറയേ. ഞാൻ എന്ത് ചോദിക്കാൻ എന്ന് ചന്തു. എടാ, അവളുടെ കല്യാണത്തിന്റെ കാര്യം എന്താ എന്ന് ചോദിക്കുന്ന ഹരീഷ് പറയേ. ഞാൻ എന്തിനു ചോദിക്കണം എന്ന് ചന്തുവും. എടാ, കാര്യങ്ങൾ അറിയണ്ടേ എന്ന് ഹരീഷ് ചോദിക്കേ. എന്തിന് എന്ന് ചന്തവും. എല്ലാം കേട്ടിരുന്ന ടിങ്കോയും ഞാൻ പോയി ചോദിക്കാം. എല്ലാം മനസ്സിലാക്കി വന്നാല് അവളുടെ കല്യാണം കഴിയുന്നത് വരെ കടയടച്ച് ദുഃഖാചരണം നടത്താലോ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞവൻ ഒരു സ്കൂട്ടിയും എടുത്ത് നീതു പോയ വഴിയെ പോവുകയാ. റോഡിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന നീതുവിന്റെ അരികിലെത്തി ഹോണടിച്ച് തന്റെ വണ്ടി നിർത്തി. എന്തായിട്ടാ ഒന്ന് മൈൻഡ് ചെയ്യാത്തെ എന്നവൻ ചോദിക്കേ. ഞാൻ എന്തിനു നിന്നെ മൈൻഡ് ചെയ്യണമെന്ന് നീതുവും. ഓ, എന്നെയല്ല ആശാനെ. നീതുവിന്റെ കല്യാണ വാർത്ത അറിഞ്ഞത് മുതൽ ഹരീഷേട്ടൻ സ്പാർക്കില്ലാത്ത പ്ലഗ് പോലെ വെറുതെ ഇരിക്കുക. ശരിക്കും പെണ്ണു കാണാൻ ആള് വരുന്നുണ്ടോ എന്ന് ടിങ്കോ ചോദിക്കേ. ചോദിക്കാൻ പറഞ്ഞു വിട്ടതാണോ എന്ന് നീതുവും. പാവം ടെൻഷൻ ആയതുകൊണ്ടാവും എന്ന് ടിങ്കോ പറയേ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നീതുവും. അപ്പൊ ശരിക്കും വരുന്നില്ലല്ലേ എന്ന് ടിങ്കോ ചോദിക്കേ. ഞാൻ അവന് ചുറ്റും ഓർബിറ്റ് ചെയ്യുമ്പോ അവൻ എന്നെ അവന്റെ ഏടിനു വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നു. വട്ട് പിടിക്കില്ലേ ബ്രോ എന്ന് നീതു. ഉറപ്പായിട്ടും വട്ടാവും, പക്ഷേ ഇപ്പോ ആശാൻ അതിലും വട്ടായിരിക്കുക. രാവിലെ മുതൽ ഒരു പണിയും നടന്നിട്ടില്ല. ടെൻഷൻ, ചീത്തവിളി, ആലോചന, ഇക്കണക്കിന് പോയാൽ ആള് കയ്യിന്ന് പോവും എന്ന് ടിങ്കോ പറയുന്നത് കേൾക്കെ. അപ്പോൾ ടെൻഷനായി ഉറപ്പാണല്ലേ എന്ന് നീതുവും. 100% കാർബേറ്ററിൽ കറണ്ട് കുടുങ്ങിയും സപ്ലൈ നിന്ന് പോയ വണ്ടിയാണിപ്പോ ആശാൻ. ടിങ്കോ പറയേ. അപ്പോ സങ്കടം എന്താണെന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങിയല്ലേ എന്ന് നീതു. യെസ്, ഇനിയെങ്കിലും നീതു നുണ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ടിങ്കോ ചോദിക്കേ. വേണ്ട, കുറച്ചുകൂടി അനുഭവിക്കട്ടെ. വേണമെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റി 1-2 ഡയലോഗ് കൂടി ഉണ്ടാക്കി പറഞ്ഞോളൂ, എന്നാലും സാരമില്ല എന്നവൾ ചിരിയോടെ പറയേ. സെറ്റ്, നമുക്ക് പൊളിക്കാം സിസ്റ്റർ, എന്നാ വരട്ടെ എന്ന് പറഞ്ഞേ ടിങ്കോ തന്റെ വണ്ടി തിരിച്ചു പോവുകയാ. ദേ, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയരുത് കേട്ടോ എന്ന് നീതു വിളിച്ചു പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു, ബായ് എന്ന് പറഞ്ഞ് ടിങ്കോയും അവിടുന്ന് പോവുകയാണ്. ടിങ്കോ വരുന്നതും കാത്ത മെക്കാനിക്കൽ ഷോപ്പിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹരീഷ്. അവൻ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആകാംക്ഷയോടെ എടാ എന്തായി എന്ന് ഹരീഷ് ചോദിക്കുക. അത് വിട്ടേക്ക് ചേട്ടാ, ഒരുപാട് കാലം കയ്യിലിരുന്നിട്ടും ഒന്ന് സ്റ്റാർട്ട് പോലും ചെയ്യാത്ത വണ്ടിയും കൊണ്ട് ലോങ് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നടക്കില്ല ഹരീഷ് ചേട്ടാ. ചെറുക്കൻ ക്യാപ്റ്റൻ തന്നെ. അവളിനി കടലിലെ ഓളപ്പരപ്പിലൂടെ നീന്തി തുടിച്ചങ്ങ് പോട്ടെ. ഹരീഷേട്ടൻ ഇവിടെ ഗ്രീസും ഓയിലും ഒക്കെ പുരട്ടി അങ്ങ് ഇരുന്നോ എന്നൊക്കെ ടിങ്കോ പറയുന്നത് കേൾക്കെ ഹരീഷും ആകെ സങ്കടത്തോടെ ഷോപ്പിനകത്തേക്ക് കയറി ഇരിക്കുക. അവന്റെ ടെൻഷനോടെയും സങ്കടത്തോടെയുമുള്ള ആ ഇരിപ്പ് കാണേ ടിങ്കോ അവന്റെ അരികിലേക്ക് ചെന്ന്. എന്നാലേ അവൾ ആ കപ്പലിൽ കയറുന്നില്ലത്രേ. അപ്പോഴോ ഒക്കെ പുളുവായിരുന്നു ആശാനെ. നിങ്ങളെ ചൂടാക്കാൻ വേണ്ടി നീതു എല്ലാം വെറുതെ പറഞ്ഞതാ എന്നവൻ പറയുന്നത് കേൾക്കെ ഹരീഷിനും ആശ്വാസമാവുകയാ. എന്നോട് അവൾ പറയരുതെന്നാ പറഞ്ഞത്, പക്ഷെ ആശാൻ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ രഘുവിന്റെ വണ്ടിയുടെ പണി നടക്കില്ല. കയറി കേൾക്കുമ്പോൾ ഞങ്ങൾ കൂടി കേൾക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് തുടങ്ങുന്ന ടിങ്കോ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ഹരീഷും സന്തോഷത്തോടെ ആ വണ്ടി നന്നാക്കാൻ തുടങ്ങുകയാ. പിന്നീട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കാറിൽ യാത്ര തിരിക്കുന്ന സുധീഷിനെയും നിധിയെയുമാണ് കാണിക്കുന്നത്. ഡ്രൈവ് ചെയ്യുകയായിരുന്ന സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന നിധിയോടായി എന്താടോ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കേ. ഏയ് ചുമ്മാ ഓരോന്ന് ആലോചിക്കായിരുന്നു നിധിയും. എന്താണ് ഇത്രമാത്രം ആലോചിക്കാനുള്ളത് എന്ന് സുധീഷ് ചോദിക്കേ. വെറുതെ ഓരോന്ന്, ജോലി, നെക്സ്റ്റ് ഇനി എന്താ പരിപാടി, അങ്ങനെ ഓരോന്ന് എന്ന് നിധിയും. ഓ, അപ്പോ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഹോപ്പ് ഉണ്ടല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എന്നാൽ കഴിയും പോലെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്, നോക്കാമെന്ന് നിധിയും. ഏയ് പേടിയൊന്നും വേണ്ട, ഉറപ്പായി നിധിക്ക് കിട്ടിയിരിക്കുമെന്ന് സുധീഷും. എന്നാ എന്റെയും വിശ്വാസം. പക്ഷേ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, വേറെയും അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇന്റർവ്യൂ വിളിച്ചാ പോയി നോക്കണം. ഒരു സ്ഥലം തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് നിധിയും. അത് കറക്റ്റാ, നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് കൂടുതലുണ്ടെങ്കിലേ നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാലോ, നല്ലതായെന്ന് സുധീഷും. നിധിയൊന്ന് ഒളികൊണ്ടിട്ട് നോക്കിക്കൊണ്ട് സുധീഷ് അപ്പോഴേക്കും കാറിൽ ഒരു റൊമാൻറ്റിക് സോങ് വെക്കുകയാ. നിധിയും അത് ആസ്വദിക്കുന്നത് കാണേ നിധിക്ക് ഈ പാട്ട് ഇഷ്ടാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ, നല്ല പാട്ടല്ലേന്ന് നിധിയും. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ടിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ എന്ന് സുധീഷ് ചോദിക്കേ. നിധി സംശയത്തോടെ എന്താ എന്ന് ചോദിക്കുക.
ചില പാട്ടുകൾ ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് അത് ഇഷ്ടാവില്ല. പക്ഷേ പ്രണയ ഗാനങ്ങളാണെങ്കിൽ മിക്കവാർക്കും എല്ലാവർക്കും അത് ഇഷ്ടാവും അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ നിധി ചിരിയോടെ അത് സമ്മതിക്കുകയാണ്. അതെ, ഈ പ്രണയത്തെ പറ്റി നിധിക്ക് എന്താ അഭിപ്രായം എന്ന് സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് എന്താ എന്ന് സംശയത്തോടെ നിധിയും. അല്ല, ഈ പ്രേമത്തെ പറ്റി നിധി എന്താ വിചാരിക്കുന്നേ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിക്കുന്നില്ലെന്ന് നിധിയും. അത് കേൾക്കെ സുധീഷും അതും തുലഞ്ഞു. ഇവൾ ഒരു സ്റ്റെപ്പെങ്കിലും ഇട്ടാലല്ലേ അങ്ങോട്ടൊരു 4 സ്റ്റെപ്പെങ്കിലും ഇടാൻ പറ്റൂ. ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടി വെക്കണോ മനസ്സ് എന്ന് മനസ്സിൽ പറയുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുനന്ദയുടെ കല്യാണം നടക്കാൻ പോകുന്നതോർത്തുള്ള സുഭാഷ് ചേട്ടന്റെ ടെൻഷനെ കുറിച്ച് നിധിയും കൂട്ടരും സംസാരിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.